തക്കിയിട്ടല്ലാണ്ട് വേറെന്താ ജന്മന ഉള്ളത്? എന്നാൽ ലോകം മുഴുവനുള്ളത് ഒരു ചെണ്ട കൊട്ടുകാരാവില്ലേ ചോദിക്കും. ഏറ്റവും വലുപ്പമുള്ളതാണ് ചെണ്ട. പക്ഷേ അതിൻ്റെ പേര് തക്കിയിട്ട എന്നാണ്. ഇന്നത്തെ ചോദ്യം ഏറ്റവും ശാരീരിക ശ്രമം. ഇതൊന്നും വേണ്ട പൊന്നോ, ഒന്നും വേണ്ട. ഒന്ന് നല്ല മനസ്സാവുക. ഞാൻ പറയാറുള്ളത് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് രാജ്യസഞ്ചാരം ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വാദ്യ ഉപകരണം ഏറ്റവും എളുപ്പമുള്ളതാണ് ചെണ്ട. അതിന് കാരണം ഉടനെ ചോദിക്കണം, എന്താ അതിന് കാരണം ചോദിച്ചാലോ? ചോദിച്ചോളൂ, പറഞ്ഞേക്കാം. അതിലാദ്യത്തെ പഠിക്കേണ്ട 3 അക്ഷരേ പഠിക്കണ്ടു. അത് ഞാൻ ചെണ്ടകൊട്ടിൻ്റെ ഭാഷയിൽ അതിൻ്റെ പേര് തക്കിയിട്ട എന്നാണ്. 1 2 3 1 2 3 പല ഭാഷകളിലും, പക്ഷേ സംഭവം 3. അപ്പോൾ തക്കിയിട്ട അത് മാത്രമേ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ചോദിക്കും, വേറെ ഒന്നും പഠിക്കാനില്ലേ? എന്നാൽ ലോകം മുഴുവനുള്ള ഒരു ചെണ്ട കൊട്ടുകാരാവില്ലേ ചോദിക്കും. അപ്പോൾ ഞാൻ പറയാറുള്ളത്, അത് അടുത്ത പഠനം ജന്മന നമുക്കെല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ്. ജന്മന തക്കിയിട്ടല്ലാണ്ട് വേറെന്താ ജന്മന ഉള്ളത്? അറിയോ? ഞാൻ പറഞ്ഞാൽ സമ്മതിക്കോ? ശരിയാണെങ്കിൽ സമ്മതിച്ചാൽ മതി. അത് ഏറ്റവും എളുപ്പമുള്ളതാണ് നമുക്ക്, എനിക്കും എൻ്റെ മകൾക്കും. ജനനം മുതലുള്ള വിഷയം, അതിൻ്റെ പേരാണ് തരികിട. അതിൻ്റെ പേരാണ് തരികിട. ഈ തക്കിടയും തരികിടയായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ചെണ്ടവാദ്യ കലാകാരന്മാർ ലോകം മുഴുവൻ കണ്ടിരുന്നത്. പക്ഷേ അത് പഠിച്ച് അതിൽ ഒരവസ്ഥ എത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 40 കൊല്ലം അതിൻ്റെ മുകളിൽ മാത്രം പ്രവർത്തിക്കണം. എന്നാൽ എന്തെങ്കിലും ചെറുതാവും. മമത, അത് കൊണ്ടുവരക്കാനുള്ള മനോ, ഇതെല്ലാം ഒത്തുചേർന്നാൽ ആർക്കും പഠിക്കാം ചെണ്ട. അതോടൊപ്പം തന്നെ ഒരു കാലത്ത് ഇത് പുരുഷന്മാരെ മാത്രം കലയായിട്ടായിരുന്നു കൊണ്ടു നടന്നത്. ഇപ്പോഴത് മാറി ഇല്ലേ? ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് സ്ത്രീകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെയൊക്കെ രക്ഷാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അവർക്കൊക്കെ നമ്മളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവരത് ചെയ്ത് പരിചയം, അപ്പോഴാണ് ഇതിൻ്റെ ഗുണവും ദോഷമൊക്കെ അറിയുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാം. ഓക്കെ, അനവധി വർഷങ്ങളായി സാർ വേദിയിൽ അവതരിപ്പിച്ചിട്ടും ഇന്ന് ചെണ്ട കയ്യിലെടുക്കുമ്പോൾ ഇപ്പോഴും ആവേശപ്പെടുത്തുന്ന കാര്യം എന്താണ്? ആവേശപ്പെടുന്ന കാര്യം, ഇതിന് ആസ്വദിക്കുന്ന ജനമഹാസമുദ്രം അവരുടെ കൈകൾ വാനോളം പൊങ്ങി നമ്മളോടൊപ്പം ചേരുമ്പോൾ ഇതൊരു മറ്റുള്ളവരുടെ മനസ്സിൽ വൈബ്രേഷൻ കൂടി ഉണ്ടാക്കുന്നൊരു ഉപകരണമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലവും ഇതൊക്കെ മാറി ഇതൊരു ലഹരിയായിട്ട് മാറും. കേൾവിക്കാർ അവർ തരുന്ന പ്രചോദനം, അവരുടെ കൈകൾ തരുന്ന താളം, ഇതാണ് ആവേശം. അപ്പോൾ നമുക്ക് ഇരുകൂട്ടർക്കും ആവേശമാക്കി മാറ്റാൻ പറ്റുന്ന രംഗം, അത് ആരാധകരെ ഏറ്റെടുത്ത് നമ്മളെ പ്രോത്സാഹിക്കുന്നതാണ്.